ഹായ് ഗൈസ്. അപ്പോൾ ആഫ്റ്റർ എ ലോങ് ടൈം ഞാനൊരു വീഡിയോ ആയിട്ട് വന്നേക്കാണ്. ലോക്ക്ഡൗണിന് ശേഷം ഞങ്ങൾ പോകുന്ന ആദ്യത്തെ ട്രിപ്പാണിത്. അപ്പോൾ നമ്മൾ കുളുക്കുമലയിലാണ് പോകുന്നത്. അപ്പോൾ ഒരു ചെറിയ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇനി ഒരു അരമണിക്കൂറിനുള്ളിൽ നമ്മുടെ വണ്ടി വരും നമുക്ക്. അപ്പോൾ പോവാം. വാട്ടർഫോൾ ഞങ്ങൾ ചെന്ന സമയത്ത് സീസൺ അല്ലാത്തതുകൊണ്ട് വെള്ളം കുറവായിരുന്നു. റെയിനി സീസണിൽ പോയി കഴിഞ്ഞാൽ നല്ലോണം വെള്ളം ഉണ്ടാവും. അപ്പോൾ പോയി കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിക്സ് ഒക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ 6:30 ഈവനിങ് ആയി. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ബുക്ക് ചെയ്ത റൂമിൽ എത്തിയിട്ടുണ്ട്. ഭയങ്കര തണുപ്പൊന്നുമില്ല, പക്ഷെ തണുപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം നല്ല തണുപ്പൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. സ്വെറ്ററൊക്കെ ഇട്ടിട്ടാണ് ഇരിക്കുന്നത്. ഫുഡ് വീട്ടിൽ നിന്ന് ഉണ്ടാക്കൊണ്ട് വന്നിട്ട് ഇവിടെ വന്നിരുന്ന് ഫുഡ് കഴിക്കുകയാണ് ചെയ്യുന്നത്. നാളെ കൃത്യം 4:30 AM നമ്മൾ ജീപ്പ് വരും. അതിനുശേഷം നമ്മൾ നമ്മുടെ കുളുക്കുമല കയറാൻ പോകാണ്. അപ്പോൾ ഗുഡ് നൈറ്റ്. ഇപ്പോൾ ഏകദേശം 4:30 ആവാറായിട്ടുണ്ട്. നമ്മുടെ ജീപ്പ് ഇപ്പോൾ വരും. ഞാൻ രാവിലെ തന്നെ എണീറ്റ് കുളിച്ച് റെഡിയായി. ഇന്ന് നമുക്ക് കുളുക്കുമല കയറാൻ പോകാം.
സ്ഥലത്തിൻ്റെ പേരാണ് കൊളുക്കുമലയാണ്. സൗത്ത് ഇന്ത്യ സെക്കൻഡ് ഹയസ്റ്റ് പീക്കാണ് ഇത്. ശരിക്ക് ഈ ട്രിപ്പൊക്കെ തുടങ്ങിയത് 2002 തുടങ്ങിയതാണ്. நிறைய നമ്മൾ കേരളത്തിലെ എല്ലാ ആൾക്കാർക്കും അറിയും കൊളുക്കുമല. ഈ കൊളുക്കുമലയുടെ സീ ലെവൽ ഫീറ്റ് 7130 ഫീറ്റാണ്. മീറ്റർ 2300 മീറ്ററാണ്. കിലോമീറ്റർ 2.5 കിലോമീറ്ററാണ്. ശരിക്കും ഇത് കാണാൻ പറഞ്ഞെങ്കിൽ രാവിലെ ഇതാണ് കാണാൻ പറ്റും. അപ്പോൾ രാവിലെ 4:30 താഴെ സൂര്യനെല്ലി ഭാഗത്തുള്ള ജീപ്പിൽ സോർട്ട് ചെയ്ത് ഇവിടെ വരുമ്പോൾ 1.5 മണിക്കൂർ യാത്ര ഉണ്ട്. അപ്പോൾ ഈ ട്രിപ്പിൻ്റെ ടൈം ടോട്ടൽ 3 hours 3.5 hours ആണ് ഈ ട്രിപ്പ്. ഇന്ന് ഞങ്ങളെ രാവിലെയൊക്കെ കൊളുക്കുമല ട്രിപ്പ് തുടങ്ങിയതാണ്. രാവിലെ 4:30 ഞങ്ങൾ ഷൂട്ടിങ് ചെയ്ത് കൊളുക്കുമല നമ്മൾ സൂര്യനെല്ലിലിരുന്ന് ഒരു 12 കിലോമീറ്റർ ഉണ്ട്. ഈ 12 കിലോമീറ്ററിൽ 7 കിലോമീറ്റർ നോർമൽ റോഡാണ്. ഒരു 5 കിലോമീറ്റർ നല്ല ഓഫ് റോഡാണ്. മൊത്തം ജീപ്പ് കല്ലിലാണ് കയറി പോകും. ഇത് എന്നാ നമ്മൾ സൺറൈസ് കാണുന്നത് ശരിക്കും നമ്മൾ നിന്ന് കാണുന്നത് കേരളമാണ്. സൂര്യൻ ഉദിക്കുന്നത് തമിഴ്നാടാണ്. ഏറ്റവും നമ്മൾ കേരളത്തിലെ ഈ കൊളുക്കുമല അറിയാതെ ആൾക്കാർ ആരുമില്ല. ഇത് ഉറപ്പായിട്ട് കാണണമെങ്കിൽ നമ്മൾ ജീപ്പിൽ രാവിലെ കാണണം. പിന്നെ വൈകുന്നേരം സൺസെറ്റ് ഉണ്ട്. ആ സൺസെറ്റ് മാർച്ച് തൊട്ട് ജൂൺ വരെ സൺസെറ്റ് കാണാം. അതാണ് അടിപൊളി. ഇത് അതുപോലെ മൊത്തം ഇവിടെ കാണുന്നതെല്ലാം മൊത്തം ടീ പ്ലാന്റേഷനാണ്. ഇത് മൊത്തം HML ഹരിസൺ മലയാള പ്ലാന്റേഷനാണ്. കൊളുക്കുമലയിലെ സൂര്യനെല്ലി സിന്നക്കണ്ണൂർ ഭാഗത്തിൽ സ്റ്റേ ഒക്കെ ചെയ്യുന്ന റൂംസും ഉണ്ട്, കോട്ടേജും ഉണ്ട്. പിന്നെ അതില്ലാതെ ഏറ്റവും കൊളുക്കുമല ഹയസ്റ്റ് പോയിന്റിൽ ടെൻറ്റ് ക്യാമ്പിംഗ് ഉണ്ട്. ഈ ടെൻറ്റ് ക്യാമ്പിംഗ് എന്ന് പറഞ്ഞാൽ നല്ല ഫുഡ് എല്ലാം ഇൻക്ലൂഡിങ് അവിടെ ക്യാമ്പ് ഫയർ എല്ലാം ട്രക്കിംഗ് എല്ലാം ഉണ്ട്. അത് നമ്മൾ വേണമെങ്കിൽ ബുക്ക് ചെയ്താൽ മതി, നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും. എന്നോட പേരാണ് തങ്കം. എന്നോட മൊബൈൽ നമ്പർ 9444771413. ഇപ്പോൾ ടൈം 9 മണിയായി. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഞങ്ങൾ അവിടെയൊക്കെ പോയി ഇപ്പോൾ തിരിച്ച് വന്നു. ഇപ്പോഴാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത്. കൊളുക്കുമലയിലോട്ട് പോണ വഴി ഫുൾ ഉരുളൻകല്ലുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജീപ്പിലായിരിക്കും പോകണം. പ്രത്യേക തരം ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അപ്പോൾ മലയുടെ മുകളിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ ഭയങ്കര തണുപ്പായിരുന്നു. ഇങ്ങനെ കോടയൊക്കെ ഇറങ്ങിയിട്ട്. പിന്നെ ഞങ്ങൾ ഗൂഗിളിൽ നോക്കിയപ്പോൾ അതിനകത്ത് 11 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് കാണിച്ചത്. അതുകൊണ്ട് തന്നെ കൈയൊക്കെ ഇങ്ങനെ തൊലി പോകുന്ന പോലെയും ഭയങ്കര ബേണിങ് സെൻസേഷനൊക്കെ ഉണ്ട്. കുറേ തണുപ്പടിക്കുമ്പോൾ അങ്ങനെ തോന്നത്തില്ലേ, അതുപോലെയായിരുന്നു. പിന്നെ താഴത്തോട്ട് ഇറങ്ങിയപ്പോൾ കുറച്ച് തണുപ്പ് കുറഞ്ഞു വന്നു. ഇങ്ങനെ സൂര്യൻ ഉദിച്ചു വന്നപ്പോഴും നമുക്ക് കുറച്ച് ചൂട് പോലെയൊക്കെ തോന്നിയായിരുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങൾ താമസിച്ച ഹോം സ്റ്റേ. 2000 താഴെയാണ് റെൻറ്റ്. സോൾട്ട് ആൻഡ് പെപ്പർ എന്നാണ് പേര്. ബഡ്ജറ്റ് റൂംസും ഡോർമെട്രീസും അവൈലബിൾ ആണ്. ഇപ്പം ഞങ്ങളിവിടെ ആനയിറങ്കൽ ഡാമിലാണ് നിൽക്കുന്നത്. ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. സ്പീഡ് ബോട്ടും മറ്റേ കൊട്ടവഞ്ചി അതെല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് നോക്കാം. നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് പോവാണ്. പൂപ്പാറയിൽ നിന്ന് 20 കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ള ചതുരംഗപ്പാറയിലാണ് ഞങ്ങളിപ്പോൾ. കാണാനുള്ളതെന്ന് വെച്ചാൽ ഇവിടെ കാറ്റാടികളാണ് ഇവിടുത്തെ മെയിൻ.
മധുരംഗപ്പാറ എന്ന് പറയുന്നത് കേരള തമിഴ്നാട് ബോർഡറാണ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കമ്പം തേനിയുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ കിട്ടും. ഇവിടെ നിന്ന് പോകുന്നതിന് ശേഷം ഞങ്ങൾ നെടുങ്കണ്ടത്ത് ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു. എന്നിട്ട് നേരെ വീട്ടിലോട്ട് പോന്നു. വീടെത്തി കഴിഞ്ഞു. ഇനി ഞങ്ങളുടെ സാധനങ്ങളൊക്കെ അൺപാക്ക് ചെയ്യണം, കുളിക്കണം, ഡ്രസ്സ് അലക്കണം, അങ്ങനെ കുറച്ച് പണികളുണ്ട്. അത് കഴിഞ്ഞ് റെസ്റ്റ് എടുക്കണം. കാരണം ഭയങ്കര തലവേദനയാണ്. അപ്പോൾ നാളെ സൺഡേ ആയതുകൊണ്ട് ഫുൾ റെസ്റ്റ്. ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.